ഈ ഒരു ചൂട് സമയത്തൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടാവുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ചവ്വരി ഉപയോഗിച്ചാണ്. ചവ്വരി അല്ലെങ്കിൽ സാബൂനരി എന്നൊക്കെ പറയും. 2 കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചവ്വരി അല്ലെങ്കിൽ സാബൂനരി എന്ന് പറയുന്നത് കപ്പയുടെ സ്റ്റാർച്ച് കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ചൂട് സമയത്ത് ചവ്വരി കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളുടെ ശരീരം തണുപ്പിക്കാനുള്ള ഒരു കഴിവും കൂടെ ഈ ഒരു ചവ്വരിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചൂട് സമയത്ത് ചവ്വരി ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങൾ മാറാനും സഹായിക്കും. അപ്പോൾ ദാ 2 കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. അതാദ്യം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. 2-3 പ്രാവശ്യം ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മുങ്ങാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ദാ ഇതുപോലെ മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അരമണിക്കൂർ നേരത്തേക്കാണ് ഇത് റെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് അടച്ച് വെച്ച് അരമണിക്കൂർ നേരത്തേക്ക് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. നമ്മൾ ആ ഒരു വെള്ളമൊക്കെ നല്ല പോലെ തന്നെ വറ്റി ചവ്വരി നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. അപ്പോൾ ഇതാ വെള്ളപ്പറ്റ് ഒട്ടും തന്നെ ഇതിലില്ല. ആ ഒരു പാകത്തിന് തന്നെയാണ് ഉള്ളത്. അഥവാ നിങ്ങളുടെ കയ്യിൽ വെള്ളപ്പറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു വെള്ളം ഒന്ന് മാറ്റിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ആദ്യം സ്പൂൺ ഉപയോഗിച്ച് തന്നെ ഞാനിവിടെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. ഈസി ആയിട്ട് ഉടഞ്ഞു വരും. ആ ഒരു ചവ്വരിക്ക് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ടാകും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കൈ ഉപയോഗിച്ച് നല്ല പോലെ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഈസി ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ദാ ഈ ഒരു പാകത്തിനാണ് നമ്മളുടെ കൂട്ടുണ്ടാകുക. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. കയ്യിൽ ഒരല്പം നെയ്യാക്കിയിട്ടുണ്ട്. നെയ്യാക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. കയ്യിൽ പറ്റുന്നതായിട്ട് തോന്നുമ്പോഴൊക്കെ നെയ്യൊന്ന് തടവിയെടുത്താൽ മതി. അത് ഒരല്പം പറ്റുന്ന രീതിക്ക് തന്നെയാണ് ഉണ്ടാകുക. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇതിനേക്കാളും ചെറിയ ഉരുളകൾ വേണമെങ്കിൽ അതും തയ്യാറാക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ഉരുളകളാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് 3.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാല് ഫുൾ ഫാറ്റ് ആയിട്ടുള്ള പാലെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ 3.5 കപ്പ് പാല് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. അപ്പോൾ ഇതാ 3.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള 1/2 കപ്പ് നമ്മൾ അവസാനം ചേർക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് 1 ലിറ്റർ പാലാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് തിളക്കാൻ വേണ്ടി വയ്ക്കാം. പാൽ ഇതുപോലെ തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചവ്വരിയുടെ ഉരുളകൾ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. ചവ്വരി ആയതുകൊണ്ട് തന്നെ അടിയിൽ പോയിട്ട് പറ്റി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഞാനിതിപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുന്നുണ്ട്. ഏകദേശം 10 മിനിറ്റൊക്കെ മതിയാകും ഈ ഒരു ചവ്വരി നല്ല പോലെ തന്നെ വെന്ത് വരാൻ വേണ്ടിയിട്ട്. നേരത്തെ ചൂടുവെള്ളം ഉപയോഗിച്ച് സോക്ക് ചെയ്തത് കൊണ്ട് തന്നെ അതിൻ്റെ കുക്കിംഗ് ടൈം നല്ലോണം കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇതുപോലെ ഇത് വേവിച്ചെടുക്കാം. ഇനി ഇതിന് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന 1/2 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളൂ. വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദാ നമ്മളുടെ ചവ്വരിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ ഇതുപോലെ നന്നായിട്ട് അലിഞ്ഞ് യോജിച്ച് വന്നിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റ് നേരത്തോളമൊക്കെ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് നല്ല പോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിനി ഒന്ന് നന്നായിട്ട് ചൂടായി ആ ഒരു കുറുകിയ പാകത്തിനായി കിട്ടണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ ഒരു കുക്കിംഗ് ചെയ്യേണ്ടത്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നന്ന കട്ടിയായി പോകും. അപ്പോൾ ഏകദേശം 1-2 മിനിറ്റൊക്കെ ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ഞാനിതൊരല്പം കട്ടിയായ രീതിക്കാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല ലൂസായിട്ടാണ് വേണ്ടെങ്കിൽ പാലിൻ്റെ അളവ് കൂട്ടിയാൽ മതി. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1/4 ടീസ്പൂൺ
ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നും വെച്ചുകൊണ്ടിരുന്ന ഇത് കൂടുതൽ കട്ടിയായിട്ട് വരും. ഈ ഒരു പാകത്തിന് എടുത്താൽ തന്നെ നമ്മളുടെ ആ ഒരു ചൂടൊക്കെ ആറി വരുമ്പോഴേക്കും നല്ല ക്രീമി ആയിട്ടാണ് ഉണ്ടാകുക. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും സെർവ് ചെയ്യേണ്ടത് ചൂടൊക്കെ നല്ലപോലെ ആറി വന്നിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടും ച്യൂയി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമ്മളുടെ ആ ഒരു ഉരുളകളൊക്കെ ഉണ്ടാകുക. അതിന് ആ ഒരു ക്രീമി ആയിട്ടുള്ള ആ ഒരു പാലിൻ്റെ മിക്സും കൂടെ വരുമ്പോൾ രുചി നന്നായിട്ട് കൂടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.